താളം തനിമയുടെ രാഗം പ്രകാശനായ പ്രകാശിന മലങ്കരദർശൻ.
സ്തുതി ദേവനുവാനിൽ ക്ഷിതി തന്നിൽ ശാന്തി മാനവനുത്തമമാ ശരണവുമെന്നുൾ ഘോഷിച്ചു ഹാലൽ 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 ഹാലേലൂയ ഹാലൽ 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 ഹാലേലൂയ ഇന്നത്തെ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ പേര് തന്നെ ദിവ്യ സംഗീത ഉത്സവം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈൻ. അപ്പോൾ സംഗീതം ഡിവൈനാണ്. എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിവൈൻ. നമുക്ക് നോക്കാം. മനുഷ്യൻ ജനിക്കുന്നത് പാടിക്കൊണ്ടാണ്, പാട്ട് പാടിക്കൊണ്ടാണ് ജനിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡേ ആരംഭിക്കുന്നത് മ്യൂസിക്കിലൂടെയാണ്. നമ്മളതിനെ പറയുന്ന പേര് കരച്ചിലാണ്. എനിക്കതിൻ്റെ സംഗീതത്തിൻ്റെ നിറമൊന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും അതിൻ്റെ നിറം ആ ദുഃഖത്തിൻ്റെ നിറമാണ്. പക്ഷെങ്കിൽ ഓർക്കണം, ആരും പഠിപ്പിച്ചതല്ല കുഞ്ഞിനെ കരയാൻ. അതൊരു സംഗീതമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ടോണും ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഇറ്റ്സ് എ മ്യൂസിക്. അപ്പോൾ മനുഷ്യ ജീവിതം പോലും ആരംഭിക്കുന്ന സംഗീതത്തിലാണ്. ഈ സംഗീതം ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അപ്പോൾ എങ്ങും പോയി പഠിക്കാത്ത കുഞ്ഞ് നമ്മളിത് കരയുന്നെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറയുന്ന കരച്ചിലില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജന്മത്തിനെന്തോ വിഷമങ്ങളുണ്ട്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ദുഃഖസാന്ദ്രമായിട്ടാണ് അറിയിക്കുന്നതെങ്കിലും അത് പാടിക്കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം പതനങ്ങൾ നല്ല സൂര്യൻ ഉദിക്കുന്നത് പോലെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് മാറും. അപ്പോൾ സംഗീതമാണ് അവിടെ ആരംഭിക്കുന്നത്. ഈ സുർബാന തുടങ്ങുമ്പോൾ അഹരൂൻ അണച്ച ധൂപം പോൽ പ്രാർത്ഥന സ്വീകരിക്കാമെന്ന് പാട്ട് പാടിയാണ് ഇതാരും എല്ലാ വിശുദ്ധ കുർബാനയും. അതിന് മുമ്പൊരു തൊയ്യാബായ കൊണ്ടതിനകത്ത് പല പാട്ടും എങ്കിൽ പോലും അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. സോ ഇറ്റ് ഈസ് ഡിവൈൻ. ആ ട്യൂണിലൂടെയാണ് ഏതച്ഛൻ തിരുമേനി കുർബാന ചൊല്ലിയാലും ആ പാട്ടിൻ്റെ ട്യൂണിലും താളത്തിലുമാണ് അവസാനത്തെ ആശീർവാദം വരെ വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഈ ഡിവൈനായിട്ടുള്ള ഈ മ്യൂസിക്കൽ ഒരു മൈൻഡും സെറ്റപ്പും ദൈവം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. ഈ ഡിവൈൻ മ്യൂസിക് മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലെല്ലാം കാണാൻ കഴിയും, എല്ലായിടത്തും കാണാൻ കഴിയും. പ്രകൃതിയിൽ നോക്കുക. ഞാൻ അഥനീഷ്യസ് തിരുമേനി, നമ്മുടെ തിരുമേനി പലപ്പോഴും ഞാൻ ശാന്തിഗിരിയിൽ ഡയറക്ടറായപ്പോൾ അവിടെ താമസിക്കാൻ വന്ന് ഒത്തിരി ദിവസം. അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന തൊട്ടടുത്ത വീടുകളിലാണ്. തിരുമേനി എന്നെ വിളിക്കുക, അച്ഛാ വാ. ഞാൻ വിളിച്ചില്ല. എന്തിനും ചോദിച്ചപ്പോൾ അച്ഛൻ മഴയൊന്ന് കാണിച്ചാൽ നോക്കച്ചാ, മഴ കണ്ടിട്ടുണ്ടോ അച്ഛൻ ചോദിക്കും. അതായത് മഴവെള്ളം വീഴുന്നതും നിലത്ത് വീണ് തെറിക്കുന്നതും അതിലെല്ലാം ഒരു സംഗീതം കാണാൻ തിരുമേനി എന്നെ പലപ്പോഴും തിരുമേനി അത് കാണാൻ വേണ്ടി പുറത്ത് വന്ന് നിൽക്കാറുണ്ട്. നമ്മൾക്കതൊരു സംഗീതമായിട്ട്, മഴ സംഗീതമാണ്, ഒരു കാറ്റടിക്കുന്ന സംഗീതമാണ്, കടൽ തിരകൾ ഒരു സംഗീതമാണ്, പ്രകൃതിയിലെല്ലാം. അതുകൊണ്ടാണ് ബൈബിളിലെ സങ്കീർത്തനം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കണം. നമുക്ക് ആകാശത്തൊരു മ്യൂസിക് കാണാൻ സാധിക്കുന്നില്ല. നല്ല സംഗീതത്തിന് എഴുതിയ ആൾ പറയാണ്, ഈ ആകാശം ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുക. നമുക്കത് കാണാൻ ഉണ്ടാകണം. ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. നമുക്കൊരു ഇംഗ്ലീഷ് പാട്ടൊക്കെ ഉണ്ടല്ലോ, പ്രകൃതി ആസ്വദിക്കുന്നത്. ഈ പാട്ടെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രകൃതി മുഴുവൻ ഇതാണ്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിൽ എത്ര തരത്തിലുള്ള മ്യൂസിക് ഉണ്ടെന്നറിയാമോ? ഒത്തിരി മ്യൂസിക്കുണ്ട്. നമ്മുടെ ഒന്നാമത്തെ അറിയാമല്ലോ, ജീവൻ എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്, ബ്രത്ത്. അത് ദൈവത്തിൻ്റെ സ്പിരിറ്റിനാണ് ബ്രത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഈ മൂക്കിലൂടെ അകത്തോട്ടും പുറത്തോട്ടും ശ്വാസം പോകുന്നത് ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ഉറങ്ങുന്നത് കാണണം. ഉറങ്ങുമ്പോൾ നമ്മുടെ
നെഞ്ച് ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കാണാം. മൂക്കിലൂടെ അതിൻ്റെ ഒരു ശബ്ദം വരും. എന്നാൽ നമ്മൾ ക്ഷീണിച്ചോ ദുഃഖിച്ചോ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൂർക്കമ്പലി എന്നൊക്കെ പറയും. ഇതെല്ലാം ഒരു മ്യൂസിക്കാണ്. ഈ മ്യൂസിക് നിന്നാൽ പിന്നെ നമ്മുടെ ജീവിതമില്ല. സോ ദൈവം തന്നിരിക്കുന്ന ഒരു സംഗീതമാണ് ശ്വാസോച്ഛ്വാസം. ഈ ലങ്സ് പൊങ്ങുന്നു താഴുന്നു. ഇവിടെ ഒരു മ്യൂസിക്കുണ്ട്. അതിനാണ് പൾസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുവാണല്ലോ. അപ്പം പൾസ് മീറ്ററൊക്കെ എല്ലാവരും വാങ്ങിച്ച് ഈ നാൾ ഉപയോഗിച്ചു. ഈ പൾസിൻ്റെയൊക്കെ റേറ്റ് തന്നിരിക്കുന്ന പോലെ പോകണം. രണ്ടാമത്തെ ഒരു മ്യൂസിക്കാണ് ഹാർട്ട്, നമ്മുടെ ഹൃദയം. ഹാർട്ട് ബീറ്റ് എന്നാണ് പറയുക. ഓർക്കണം, ഈ ഹാർട്ട് ബീറ്റ് അതും പൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പോകുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് ജനിക്കുമ്പോൾ തുടങ്ങിയാൽ മരിച്ചാലും നിൽക്കത്തില്ല. മരിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിലത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഹാർട്ട് ബീറ്റ് ഇതൊരു സംഗീതമാണ്, ദൈവം തന്നൊരു സംഗീതമാണ്. അപ്പോൾ 150 സംഗീതത്തിൽ പറയുന്നുണ്ട്, തപ്പിനോടും നൃത്തത്തോടും കൂടെ ദൈവത്തെ സ്തുതിക്കാൻ. എൻ്റെ തോന്നൽ ഈ ഹൃദയം പാടുന്നതിന്, ഹൃദയം ഇങ്ങനെ തുടിച്ചാണ് ഡാൻസ് ചെയ്തുകൊണ്ടാണ് പാടുക. ദൈവം തന്ന ഈ ഹൃദയം എപ്പോൾ ഡാൻസ് നിർത്തുവോ അപ്പോൾ നമ്മൾ മരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പ്രകൃതിയിൽ ദൈവം തന്നതായ സംഗീതമുണ്ട്, മനുഷ്യ ശരീരത്തിലുണ്ട്. ഇനി നമ്മുടെ ആഹാരം കഴിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ആഹാരം നമ്മൾ വെട്ടി വിഴുങ്ങുമായിരിക്കാം. ഇതിവിടെ വന്ന് ആമാശയം വരെ നേരിട്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് ആഹാരം 2 മണിക്കൂർ കൊണ്ടാണ് ദഹിക്കുന്നത്. ഇത് ദഹിക്കുമ്പോൾ ആമാശയത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇതിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്നറിയാം. ഞാൻ സുവോളജി പഠിച്ച ഒരാളാണ്. അവിടെ ഒരു പെരിസ്റ്റാളിസിസ് എന്ന് പറഞ്ഞൊരു വേവ്സ് ഉണ്ട്. അതായത് നമ്മുടെ കുടൽ ആ തുടങ്ങുന്ന സ്ഥാനം തൊട്ട് ഇങ്ങനെ പൊങ്ങിയും താണുമാണ് ഇതിനെ തള്ളി വിടുന്നത്. അപ്പോൾ ലിവറിലെ എൻസൈമും പാൻക്രിയാറ്റിക് എൻസൈമും എല്ലാം ഈ ഫുഡുമായിട്ട് കലർത്താൻ ദൈവം കൊടുത്തൊരു സംഗീതം ഇവിടെയുണ്ട്. പക്ഷെ നമ്മളാരും മനസ്സിലാക്കാറില്ല. അങ്ങനെ നോക്കി പറഞ്ഞാൽ ഈ ദിവ്യ സംഗീതോത്സവത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം സംഗീതമാണ്, ദൈവത്തിൻ്റെ സ്വഭാവ സംഗീതമാണ്. ആ സംഗീതം ശ്വാസമായി, ഹാർട്ട് ബീറ്റായി, ഈ ഫുഡിൻ്റെ പെരിസ്റ്റാളിസിസ് ഇതെല്ലാം തന്നിരിക്കുന്നത് ദൈവം സംഗീതമായിട്ടാണ്. ഈ സംഗീതം തന്നിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ സംഗീതത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണം. കാരണം ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം പറയാൻ ആഗ്രഹിക്കുന്നത്, മ്യൂസിക് ഈസ് എ മെഡിസിൻ. ഇതൊരു മരുന്നാണ്. കരയുന്ന ഏത് കുഞ്ഞും പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ നിർത്തും. താരാട്ട് പാടാൻ തൊട്ടിലാട്ടുമ്പോൾ ഈ കുഞ്ഞ് ഉറങ്ങും. ഇന്നൊരു ഉറക്ക ഗുളിക വാങ്ങിക്കണമെങ്കിൽ എന്ത് വില കൊടുക്കണം? എന്നാൽ ഉറക്ക ഗുളികയ്ക്ക് വില കൊടുക്കുമ്പോൾ ഒരു വിലയും കൊടുക്കാതെ സംഗീതം എന്നെ നിങ്ങളെയും താരാട്ടുപാടി ഉറക്കുന്നതാണ്. ഇന്ന് ഉറക്കം വരാത്തവർക്ക് വേണ്ടിയും ഈ വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു തെറാപ്പിയുടെ പേരാണ് മ്യൂസിക് തെറാപ്പി. നിങ്ങൾക്കത് പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ടെൻഷൻ പോകും. നമ്മുടെ പലരുടെയും വീടുകളിൽ ഫിഷ് ടാങ്കുണ്ട്, മീൻ വളർത്തലുണ്ട്, പക്ഷികളെ വളർത്താറുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പല അരമനകളിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തിരുമേനിമാരൊക്കെ പറയുന്നൊരു തമാശയായിരിക്കാം, പക്ഷേ അവിടെ യാഥാർത്ഥ്യമായിരിക്കാം. അവർ പറയാറുണ്ട്, പലയിടത്തും പോയി പല പ്രശ്നങ്ങളൊക്കെ കേട്ട് വിഷമിച്ച് വരുമ്പോൾ ഈ ഫിഷ് പോണ്ടിലെ ഫിഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി കളിക്കുന്ന കാഴ്ച, നീന്തുന്ന കാഴ്ച, ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ടെൻഷൻ പോകും. കിളിക്കൂടിൻ്റെ അവിടെ ലവ് ബേർഡ്സൊക്കെ പോയി നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മറ്റേത് പക്ഷികളെ നോക്കിയാൽ അറിയാം. ആ കൂടിൻ്റെ അരികിൽ പോയി നിൽക്കുമ്പോൾ പോകും. ഇതുപോലെയാണ് സംഗീതം. എനിക്ക് നിങ്ങൾക്കും. ദാവീദ് പോലും തൻ്റെ വാർദ്ധക്യത്തിൽ സംഗീതത്തിന് ആളുകളെ നിർത്തിയിരുന്നല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പള്ളിയിൽ പാടുന്ന കൊയറുകാരൊക്കെ ആണ് വന്നിരിക്കും. ഞങ്ങൾ അച്ഛന്മാരും അതിൽപ്പെട്ടവരാണല്ലോ. നമ്മൾ പാടുമ്പോൾ ഓർത്തോണം, പള്ളിയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന അനേകരുടെ വേദനകളും ദുഃഖങ്ങളും അകറ്റാൻ സാധിക്കും. ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വളരെ ദൂരെയുള്ളൊരു സ്ഥലത്താണ്. അന്ന് ആരാധനയ്ക്ക് ഒത്തിരി ആളുകളുണ്ട്. 10,000-ത്തിലധികം ആളുകൾ കൂടുന്നൊരു പള്ളിയാണ്, വലിയ പള്ളിയാണ്. ആ പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞു. അന്ന് ഒരു കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും കുർബാന കൊണ്ടുപോകുന്ന നേരത്ത് ഒരമ്മയും 2 മക്കളും നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച് അന്ന് ആരാധനയിൽ പങ്കെടുത്തു. അവർ എന്നെ കാണാൻ വേണ്ടി പള്ളി കഴിഞ്ഞപ്പോൾ നിന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിന്ന് 3 പേരും വന്നത് ഞങ്ങളുടെ അന്ത്യ കുർബാന സ്വീകരിക്കാനാണ്. നടന്ന കഥയാണ്, സംഭവമാണ്, കഥയല്ല. വന്നച്ചാ, അതിനു വേണ്ടി വന്നാണ്. ജീവിക്കാൻ വയ്യ, ഇനിയും ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ 3 പേരും ഒരു പ്രത്യേക മാർഗത്തിലൂടെ
മരിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അച്ഛാ ഇന്ന് പള്ളി വന്നപ്പോൾ കേട്ട പാട്ടുകളും പ്രസംഗവും ഈ കുർബാനയും കേട്ടപ്പോൾ ഇനിയും ജീവിക്കണമെന്ന് തോന്നിയച്ചാ. അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നില്ല എന്ന് നടന്നൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ കുർബാന ചൊല്ലുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതെന്താണ്, അച്ഛൻ പാടാൻ പറഞ്ഞു, ഇപ്പം ആശിഷ് അച്ഛൻ പാടാൻ പറഞ്ഞു വന്ന് പാടിപ്പോയി, അല്ലെ പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് പോയി. അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് ഹൈലി മെഡിസിനൽ, ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പാട്ട് ആസ്വദിച്ചാണ് ഉറങ്ങാൻ പോലും ശ്രമിക്കുന്നത്. മറ്റൊന്നുകൊണ്ടുമില്ല, ആ പാട്ടിലെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നത്. എന്ത് സുഖകരമായ ആസ്വാദനമാണ് അതിലൂടെ കേട്ടുക. ആണോ, ഞാൻ ഒരു സംഭവം പറയട്ടെ. വളരെ പ്രസിദ്ധിയായിരിക്കുന്ന ഒരു ലേഡി, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവരെ അറിയും. ആ ലേഡി ഭയങ്കര മെഡിക്കാണ്. ഇവരെ പോലെ ടാലൻ്റായിട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അഭിനയിക്കാനും കഴിവുള്ളൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി മെഡിക്കായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടത്. അവിടെ ആഗ്രഹം ഉന്നത നിലയിലെത്തിച്ചേർന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു നല്ല നടിയായി തീരണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയാണ്. അവളിങ്ങനെ ആഗ്രഹിച്ചെങ്കിലും പൊടുന്നനവെ പെട്ടെന്നാണ് മാരകമായ രോഗം പിടിപെട്ടത്. അന്ന് അവൾ തീരുമാനിച്ചു, ഇനി ഞാൻ പാടുന്നില്ല, അഭിനയിക്കാൻ പോകുന്നില്ല, എങ്ങ് സ്റ്റേജിൽ കയറാൻ പോകുന്നില്ല. എത്ര മെടുക്കരാന്നേലും ഓർത്തോണം, ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പെൺകുട്ടി പാട്ട് നിർത്തി അവിടെ വീട്ടിൽ ചെന്ന ആശുപത്രിയിൽ ചികിത്സയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് വലിയ പ്രയോജനമില്ല, വീട്ടിൽ പോയി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പള്ളിയിൽ ഒരച്ഛൻ വന്നു. അച്ഛൻ്റെ പേര് ഫോക്സ്, FOX ഫോക്സ് എന്നാണ്, റവറൻ ഫോക്സ്. അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ എല്ലാ വീടും വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലും ചെന്നപ്പോൾ അച്ഛനെ കാണാൻ വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും പുതുതായിട്ട് വന്ന അച്ഛനായതുകൊണ്ട് പരിചയപ്പെടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു സാഡ് സ്റ്റോറിയാണ്, എൻ്റെ ഒരു ദുഃഖ കഥയാണ്, അത് അച്ഛനോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, അച്ഛൻ ഇനി ആരോടും പറയുന്നത് അല്ല. അച്ഛൻ പറഞ്ഞല്ല, എന്നോട് പറയണം, എനിക്ക് കേൾക്കണം, അതിനാണ് ഞാൻ വന്നത്. അച്ഛൻ വളരെ താല്പര്യം കാണിച്ചപ്പോൾ അവൾ കഥ പറഞ്ഞു. ഞാൻ നല്ലൊരു നടിയാണ്, നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമ്പോൾ ലേഡി മാക്ബത്തൊക്കെ അഭിനയിച്ച അവാർഡൊക്കെ കിട്ടിയൊരു പെൺകുട്ടിയാണ്. പക്ഷേ എനിക്ക് ഈ രോഗം പിടിപെട്ടത് കൊണ്ട് ഇനിയും ജീവിക്കണ്ട, പാടണ്ട, മരണം മാത്രം മതി എന്ന് ചിന്തിച്ച് കഴിയാച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഓർക്കണം, അച്ഛൻ്റെ ഒരു മ്യൂസിക്കായിരുന്നത്, നിങ്ങളെപ്പോലെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഉപയോഗിച്ചൊന്നുമല്ല അച്ഛൻ പാടിയ. അച്ഛൻ പറഞ്ഞു, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനിയും വരും, പ്രാർത്ഥിച്ചു. പള്ളിയിൽ വരാനൊക്കെ പറഞ്ഞു. അവൾ പള്ളിയിൽ പോകാത്തവൾ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി ജനങ്ങളെ. അങ്ങനെ അവൾ പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ അവിടെ പാരീഷ് ബുള്ളറ്റിനിൽ ആർട്ടിക്കിൾസ് എഴുതാനും അതോടൊപ്പം തന്നെ പാട്ടെഴുതാനും പോയംസ് എഴുതാനും ഈ പെൺകുട്ടിയോട് പറഞ്ഞു. ആദ്യം അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷെ അവിടെ രോഗം കൂടുന്നത് കൊണ്ട് പിന്നീട് പറഞ്ഞു, അച്ഛാ ഇനി ഞാൻ എഴുതില്ല, എനിക്കൊന്നും എഴുതാൻ വയ്യ. ഇങ്ങനെയാണല്ലോ നമ്മിൽ പല പാട്ടുകാരുമൊക്കെ എങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പിണക്കമോ വഴക്കമോ എന്തെങ്കിലും വന്നാൽ പിന്നെ ഇനി ആശിഷ് അച്ഛൻ പിരിച്ചാലൊന്നും ഞങ്ങൾ വരത്തില്ല, ഇനി ഇല്ല അച്ഛനൊക്കെ ഇറച്ചൻ വിളിച്ചാലും പറയാൻ സാധ്യതയുണ്ട്. ഈ അച്ഛൻ വിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നീ നന്നായിട്ട് വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കി ഒന്നുകിൽ ഒരു ആർട്ടിക്കിൾ എഴുതണം, അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതണം. നീ പാട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടം. അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ എത്ര പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്, സ്റ്റോറി ഓഫ് ജേക്കബ്, യാക്കോബിൻ്റെ കഥയാണ്, എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അച്ഛാ, കേട്ടിട്ടുണ്ട് അച്ഛാ, ഇനി എന്ത് വായിക്കാനാ? എങ്കിലും ദേഷ്യത്തോടെ ആണെങ്കിലും ബൈബിൾ എടുത്ത് അതൊന്ന് വായിച്ചു. എന്നിട്ടത് മടക്കി വെച്ചു. ഒന്നും എനിക്ക് തോന്നുന്നില്ല. 2-3 പ്രാവശ്യം വായിച്ചു, ഒന്നും തോന്നിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അതെടുത്ത് വായിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, ഇതെൻ്റെ പാട്ടാണ്, എൻ്റെ കഥയാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് എഴുതിയ സ്ത്രീ അല്ല, അങ്ങനെ ഒരു പാട്ടുള്ള പോലെ ഇവൾ പറഞ്ഞു, ദിസ് ഈസ് മൈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ എല്ലാം നേടി വെട്ടിപ്പിടിച്ച് അപ്പനെയും അമ്മായിപ്പനെയും ഒക്കെ കളിപ്പിച്ച് ഓടി ചെന്നിട്ട് ഒടുവിൽ അങ്ങനെ പോകുന്ന വഴിക്കാണ് അപ്പനെ കളിപ്പിച്ച് സൗനെ കളിപ്പിച്ച് ഓടുമ്പോഴാണ് ബഥേലിൽ ചെന്ന് 28-ലെ ചാപ്റ്റർ കിടക്കുന്നത്. അപ്പോൾ എല്ലാം തകർന്ന് കല്ല് തലേണിയായിട്ട് വെച്ച് കിടന്നു തുടങ്ങിയത് ഓർത്തപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണല്ലോ ഈ യാക്കോബ് എന്ന് ചിന്തിച്ചു. അവൾ അത് ചിന്തിച്ച് ധ്യാനിച്ചിങ്ങനെ ഇരുന്നപ്പോൾ അവിടെ മനസ്സിൽ ഒരു പാട്ടോടിയെത്തി. ഇത് നടന്ന സംഭവമാണ്, പുസ്തകത്തിൽ വായിക്കാനുണ്ട്, ഇവിടെ ഈ ചരിത്രത്തിലുണ്ട്. അവൾ അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ മനസ്സിൽ വന്നു, ലാഡറിലൂടെ ദൈവം പറഞ്ഞു, നിയറർ മൈ ഗോഡ് ടു ദീ, നിയറർ ടു ദീ.
ദൈവം എൻ്റെ അടുത്തുണ്ട്, ഞാൻ നിന്നോട് ചേരട്ടെ. ആ പാട്ട് എഴുതിയത് ആ പെൺകുട്ടിയാണ്. ഫോക്സ് എന്ന് പറഞ്ഞ ഒരച്ഛൻ തകർന്നു പോയ ഒരു പെൺകുട്ടിക്ക് ഒരു വാചകത്തിലൂടെ കൊടുത്ത ഒരു മ്യൂസിക്, ആ പെൺകുട്ടിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ടൈറ്റാനിക് മുങ്ങിത്താണപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ പാട്ട് പാടിയാണ് അറ്റ്ലാന്റിക്കിൽ ജീവിതം അവസാനിപ്പിച്ചത്. അമേരിക്കയിലെ പ്രസിഡന്റുമാരുടെ ചരിത്രം വായിച്ചാൽ അവരിൽ മിക്കവരും മരിക്കുമ്പോൾ ഈ പാട്ട് പാടി കേട്ടുകൊണ്ടാണ് മരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ മെഡിസിൻ. അതുകൊണ്ട് കൊയറുകാരെ, നിങ്ങളുടെ കല്യാണത്തിനും ചിലപ്പോൾ ഇതുപോലെ ദുഃഖഭവനത്തിലൊക്കെ പാടാൻ വിളിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ പാട്ടൊരു മെഡിസിനാണ്. അല്ലാതെ ഇതൊരു അടിച്ചു തീർത്തേച്ച് പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഈ ലോകത്തിൽ നമ്മളിങ്ങനെ ആരാധനയ്ക്ക് 2 മണിക്കൂർ, നമ്മുടെ 2 മണിക്കൂറാണ്, മറ്റ് സകലത്തിൽ കൂടുതലും കുറവുകളുണ്ട്. 2 മണിക്കൂറൊക്കെ നമ്മൾ സഹിച്ചിരിക്കുകയാണ്. ഇവിടെ 2 മണിക്കൂറൊക്കെ പ്രയാസം നമുക്ക് ഇരിക്കാൻ. പ്രസംഗം 5 മിനിറ്റ് നീളണം, ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ആർക്കും ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ പ്രയാസം. എന്നാൽ ബൈബിളിലെ തുടങ്ങുന്ന ചാപ്റ്റർ മ്യൂസിക്കിലാണ് തുടങ്ങിയത്. അതിൽ നോക്കണം, ദൈവം നല്ലതെന്ന് കണ്ടു, സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. അതാണ് അതിൻ്റെ കോറസ്. അതൊരു സംഗീതം, ഒരു മ്യൂസിക്കാണ്, ഒരു സോങ്ങാണ്. അതിൻ്റെ പല്ലവിയാണ്, ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, 2-ാം ദിവസം, അങ്ങനെ 3-ാം ദിവസം, അങ്ങനെ ഒരു തുടങ്ങി. ഇനി വെളിപ്പാട് ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം, അവിടെ ദൈവവും ആദാമും അന്നേരം ഇല്ല, ദൈവമാ പാടിയത്, മാലാഖമാരും കൂടെ കാണും. ഇനി വെളിപ്പാട് പുസ്തകം വരുമ്പോൾ 1,44,000. ആ നമ്പർ സിംബോളിക്കാണ്, അത്രയൊന്നും അല്ലാതെ കൂടുതലുണ്ട്. 12,000 എന്നും 12 എന്നൊക്കെ പറയുന്ന അർത്ഥം മൾട്ടിറ്റ്യൂഡ്സ് എന്നാണ്. അപ്പം 1,44,000 പേരെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കൊയറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കൊയർ വന്നേക്കുന്നത് 12 പേരാണെന്ന് തോന്നുന്നു. നിങ്ങൾ DSMCയിൽ 20-25 പേരാണ് പാടിയത്. 1,44,000 പേരെന്ന് സിംബോളിക്കായിട്ട് ഇരിക്കുന്ന കൊയറിൽ എണ്ണിക്കൂടാതെ വണ്ണം കൊയർ മെമ്പേഴ്സുണ്ട്. ഇവരെല്ലാവരും രാവും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യാശയുടെ ദൂത് തന്നുകൊണ്ടാണ് ബൈബിൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിലും സംഗീതം തുറന്നുകൊണ്ടേയിരിക്കും. ഇത് മരിക്കത്തില്ല. എന്ത് വന്നാലും, രോഗം വന്നാലും, ദുഃഖം വന്നാലും, പ്രശ്നം വന്നാലും പാട്ട് നിർത്തരുത്. ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതം നിർത്തരുത്. ദൈവം ശരീരത്തിൽ ധരിക്കുന്ന താളം സംഗീതമാക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, പ്രകൃതിയിൽ കാണുന്ന പക്ഷി മൃഗാദികൾ എപ്പോഴും സ്തുതിക്കുന്നത് പോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തുടരാം. ശിശുവേ